35 കൗൺസിലർമാർ അടങ്ങുന്ന BJPയുടെ പ്രതിപക്ഷ നിരയെ ഈ കോർപ്പറേഷന്റെ അധികാരമേൽപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന്റെ വികസന മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായുള്ള പണം തിരുവനന്തപുരത്തേക്ക് തരികയും ചെയ്യും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഈ രണ്ട് പാർട്ടികളുടെ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തെ ഓൾട്ടർനേറ്റീവ് BJP ആണ്. BJPക്ക് അധികാരം നൽകിയാൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായിട്ട് തിരുവനന്തപുരം മാറും. ആ അവസരം ജനങ്ങൾക്ക് മുതലാക്കാതിരിക്കുമോ? ജനങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഇത്തവണ ഞങ്ങൾക്ക് ഒരു അവസരം ജനങ്ങൾ നൽകും. ശരി, ശബരിനാഥൻ, നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് രണ്ട് മുന്നണികളാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ മൂന്നാമതാണ് ഉള്ളത്. പക്ഷേ ശബരിനാഥനെ പോലുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ എന്താണ് UDFന്റെ പ്രതീക്ഷ? ആദ്യമേ തന്നെ ഞാനൊരു പോസിറ്റീവ് നോട്ടിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തോൽപ്പിക്കേണ്ട മുന്നണിയെ കുറിച്ചല്ല, നമുക്ക് വിജയിപ്പിക്കേണ്ടത് തിരുവനന്തപുരം എന്നുള്ള ഈ നഗരത്തിനെയാണ്. കാരണം കഴിഞ്ഞ ഒരു 40-45 വർഷമായി ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായിരുന്ന തിരുവനന്തപുരം ഇന്ന് മറ്റു പല സൗത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളെക്കാളും നമുക്ക് ഒത്തിരി പിന്നോട്ട് പോയിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ആളുകൾക്ക് ജോലിയില്ല, ആളുകൾ താമസിക്കാനുള്ള സംവിധാനമില്ല, ഏറ്റവും മോശപ്പെട്ട ഫ്ലഡ് മാനേജ്മെൻറ്റ് സംവിധാനമാണ്, ഏറ്റവും മോശപ്പെട്ട എന്താ പറയുക, നമ്മുടെ ഇവിടെ പറഞ്ഞ ചവറെടുക്കുന്നതിൻ്റെയൊക്കെ മാലിന്യ സംസ്കരണ പദ്ധതികളാണ്. ഇവിടെ പാർവതി പുത്തൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരാൾ നമ്മൾ എല്ലാത്തിനും നമ്പർ 1 ആണെന്ന് ശ്രീ ദീപക്കടക്കം അഹങ്കരിക്കുമ്പോൾ ഈ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് ജോയ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇവിടെ വേസ്റ്റിലിറങ്ങി എന്തോ കാരണമാവട്ടെ ക്ലീനാക്കാൻ പോയപ്പോൾ അതിൽ മുങ്ങി മരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറം തകരപ്പറമ്പിൽ നമുക്ക് ലഭിച്ചത്. അത് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അത് നിന്ന് മാറി ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ നഗരമായി തിരുവനന്തപുരത്തെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ അജിംസ് ചോദിച്ചത്, അതിന് തീർച്ചയായിട്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനടക്കം തിരുവനന്തപുരത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള നല്ലൊരു ടീമിനെ നമുക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശാ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാർ മുതൽ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മുതൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള കൗൺസിലേഴ്സ് മുതൽ മിടുക്കരായിട്ടുള്ള ആളുകൾ, ധാരാളം നല്ലൊരു മിക്സായിട്ട് ഇന്ന് UDF മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് മുന്നണികൾക്കെതിരെ പറയുമ്പോൾ ഇടതുപക്ഷം തിരുവനന്തപുരത്തെ തകർത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിന് വോട്ടില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണം? നേരത്തെ ശ്രീ രാജേഷ് ധാരാളം കാര്യങ്ങളൊക്കെ പറഞ്ഞു, തെരുവുനായ ശല്യം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർ ഉറങ്ങുകയായിരുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. ആദ്യം അദ്ദേഹം പറഞ്ഞു ജീവൻ ഉണ്ടെങ്കിലല്ലേ നയിക്കാൻ പറ്റൂ എന്നുള്ളത്. ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടത് BJP ആളുകളുടെയാണ്. ശ്രീ PV രാജേഷിനോടൊപ്പം അദ്ദേഹത്തെക്കാളും ഉറങ്ങാതെ ഈ കോർപ്പറേഷനിൽ ഇരുന്നൊരു മനുഷ്യനുണ്ട്, ശ്രീ തിരുവല്ല അനിൽ. ഒരുപക്ഷെ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുമ്പോൾ എനിക്ക് നല്ല ബന്ധമുള്ളൊരു ആളായിരുന്നു. കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ പറഞ്ഞ വാർഡിൽ മത്സരിക്കേണ്ട ആളാണ് തിരുമല വാർഡിൽ. ഉറങ്ങാതെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ സമരത്തിൽ നിന്ന് തിരുമല അനിൽ ഇന്ന് ജീവനോട് ഇരിപ്പില്ല, അത് നമ്മളേക്ക് വിട്ട് നിത്യതയിലേക്ക് പോയി. അതുപോലെ തന്നെ BJPയുടെ RSSകാരനായ പ്രവർത്തകൻ സീറ്റ് കിട്ടാത്തത് കൊണ്ടും പാർട്ടിയുടെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഈ സ്വന്തം പാർട്ടിക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. പിന്നെ അവർ പറഞ്ഞു BJP ആണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്, പ്രധാനമന്ത്രി എന്നുള്ളത്. 2 സ്ഥലങ്ങളിൽ ഇവർക്ക് ഭരിക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ നൽകി. ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി. ആ പന്തളം മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ, അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടം, BJPക്കകത്തുള്ള ഇൻഫൈറ്റിംഗ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൈവച്ച് പോകുന്ന രീതിയിലുള്ള ഇൻഫൈറ്റിംഗ്. പിന്നെ ഇവർക്ക് ഒത്തിരി കാലം ഭരിക്കാൻ അവസരം കൊടുത്തൊരു സ്ഥലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പക്ഷേ അജിംസ് അടക്കം നമ്മളെല്ലാം ബൈ ഇലക്ഷൻ എഴുതുന്നതാണ്. ഇവിടെ നിന്ന് പോയ BJPയിലെ ചേട്ടന്മാർ വരെ പാലക്കാട് പോയി ഞെട്ടിപ്പോയി. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പണ്ട് മറ്റേ സിനിമയെ പറയുന്നുണ്ട് ഞാൻ, പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നൊരു ഭീമൻ്റെ കൂടെ ഡയലോഗുണ്ട്. ഇന്നത് പറ്റത്തില്ല. എന്നാണെന്നറിയോ? അവിടെ ലൈറ്റ് ഇല്ല. അതിനേക്കാളും ലൈറ്റ് ഈ ആദിവാസിയൂരായിട്ടുള്ള കോട്ടൂരിൽ അഗസ്ത്യവനത്തിന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇവരുടെ ഭരണം മോശമാണെന്ന് ഇവരുടെ ആളുകൾ തന്നെ പറയുന്നതാണ്. ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ടീമിനെ കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ ലെഫ്റ്റ് വേണ്ട, ഇത്തവണ BJPക്ക് സാധ്യത കൊടുക്കേണ്ട UDF എന്ന് പറഞ്ഞ വിശ്വാസ്യതയുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തിരികെ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ദീപക്, ഈ